നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. തിങ്കളാഴ്ച പ്രവേശനമില്ല. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിലും പ്രതിഷേധം. കുന്നംകുളത്തും നാട്ടികയിലും പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ രാജിവെക്കുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളിലേക്ക്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയും നടന്നു. മാർച്ച് 8-ാം തീയതി പള്ളിവേട്ടയും 9-ന് ആറാട്ടും നടക്കും. ഈ 2 ദിവസങ്ങളിലും ഗുരുവായൂരപ്പൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളും. ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ലാ ശീവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉത്സവ ആരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശീവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഉത്സവത്തിന്റെ തുടക്ക ദിവസം ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. കഴകക്കാരായ വാരിയർ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളി കുത്തുവിളക്കുകളിൽ ദീപം തെളിയിച്ച് ശീവേലിക്കണിനിരന്നു. ശാന്തിയേറ്റ കീഴ്ശാന്തി ചെറുതയൂർ അജിത് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ ചൈതന്യപൂർണമായ തങ്കത്തടമ്പ് കരങ്ങളിലേറ്റി ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വലം വെച്ച് ചടങ്ങ് പൂർത്തീകരിച്ചു. നാമജപവും വാദ്യവും ആനയില്ലാ ശീവേലിക്ക് അകമ്പടിയായി. 35 ആനകളുള്ള ക്ഷേത്രത്തിൽ വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. ബാലുവും കൃഷ്ണനാരായണനും തൊട്ടുപുറകിലെത്തി. 2ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. നേരത്തെ 2022-ലാണ് ജേതാവായത്. ഓട്ടം തുടങ്ങുമ്പോൾ മുന്നിലായിരുന്ന കൊമ്പൻ ബാലുവിനെ രവികൃഷ്ണൻ മറികടക്കുകയായിരുന്നു. ഗോപുരം കടന്ന രവികൃഷ്ണൻ ക്ഷേത്രത്തിനുള്ളിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കി ഗുരുവായൂരപ്പനെ വണങ്ങിയതോടെ ആനയോട്ടത്തിന്റെ ചടങ്ങ് പൂർത്തീകരിച്ചു. വിജയിയായ രവികൃഷ്ണനെ നിറപറ വെച്ച് പാരമ്പര്യ അവകാശി സ്വീകരിച്ചു. 46 വയസ്സുള്ള രവികൃഷ്ണനെ 2003 ജൂൺ 25-ാം തീയതി പാലക്കാട് തൃത്താല സ്വദേശി ശിവശങ്കരൻ എന്ന ഭക്തനാണ് ഗുരുവായൂരപ്പന് മുൻപിൽ നടയിരുത്തിയത്. ആനയോട്ടത്തിൽ വിജയിയായ രവികൃഷ്ണന് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക പരിഗണനയാണ്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് രവികൃഷ്ണനാണ് ഭഗവാന്റെ തങ്കത്തടമ്പേറ്റുക. ഐതിഹ്യപ്പെരുമയിൽ ഗുരുവായൂർ ആനയോട്ടം. ഇനി 10 നാൾ ഗുരുവായൂർ ഉത്സവലഹരിയിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയില്ലാതിരുന്ന ഒരു കാലത്ത് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആന ഓടി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി എന്നാണ് വിശ്വാസം. ആ വിശ്വാസപ്പെരുമയുടെ തുടർച്ചയായാണ് ഗുരുവായൂരിൽ ഉത്സവത്തിന് മുന്നോടിയായി എല്ലാ വർഷവും ആനയോട്ടം നടത്തുന്നത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ലാ ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനമണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്രനാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യാവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുടക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയായ കൊമ്പനെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. വളരെ ആവേശപൂർവമായിട്ടുള്ള ആനയോട്ട മത്സരത്തിൽ
3 ആനകളാണ് പങ്കെടുത്തത്. അതിനകത്ത് രവികൃഷ്ണൻ ആണ് ഒന്നാമത് എത്തിയത്. രാത്രി കൊടിയേറുന്നതോടുകൂടി ഉത്സവങ്ങൾക്ക് തുടക്കമായി. ഇനി അങ്ങോട്ടുള്ള 9 രാവുകൾ 9 പകലുകൾ അത് ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം, ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ഉത്സാഹത്തിൻ്റെ നാളുകളാണ്. എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഭരണസമിതി ഇപ്പോഴ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള സഹകരണമാണ് ഗുരുവായൂരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവം കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇനിയുള്ള 10 നാളുകൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിലായിരിക്കും. TCVക്ക് വേണ്ടി ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ സുബൈറിനും ആഷിഖിനും റോയ്ക്കുമൊപ്പം മുകേഷ് ലാൽ. ഇടഞ്ഞ കൊമ്പന്മാരെ മയക്കുവെടി വയ്ക്കാൻ ഇനി ഡ്രോൺ സംവിധാനം. ഡോക്ടർ ഗിരിദാസിന്റെ നേതൃത്വത്തിലാണ് പുതിയ സംവിധാനം കണ്ടെത്തിയത്. ലോകത്തിലാദ്യമായിട്ടാണ് ആനകളെ മയക്കുവെടി വയ്ക്കുന്നത്. ഡ്രോണിൻ്റെ സഹായത്താൽ മയക്കുവെടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആളുകൾക്ക് ആനയുടെ അടുത്ത് പോകേണ്ട, ആളപായം ഉണ്ടാവില്ല. ആനകളെ സുരക്ഷിതമായി മയക്കുവെടി വയ്ക്കാനും സാധിക്കും. അത് വളരെ പ്രിസിഷനായിട്ട് മയക്കുവെടി വയ്ക്കാൻ പറ്റും. അത് നമ്മുടെ ഡോക്ടർ പ്രഭാകരൻ സാറ്, ഡോക്ടർ ഗോപകുമാർ, ഇവരുടെയൊക്കെ എൻ്റെ സാറും എൻ്റെ സുഹൃത്തുമായ ഗോപകുമാർ, എൻ്റെ സാറായിരുന്നു പ്രഭാകരൻ സാറൊക്കെ മരണപ്പെട്ടത് ആനയുടെ അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ. മനുഷ്യൻ ഇവിടെ റിമോട്ടായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ആ ഉപകരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ലോകത്തിൽ ആദ്യമാണ്. അത് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സാറാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. എല്ലാം സിറിഞ്ച് എല്ലാ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഓൺലി നമ്മൾ ഡ്രോണിൽ പറത്തി ഡ്രോണിൽ ഉപയോഗിച്ചിട്ട് ഡ്രോൺ അസിസ്റ്റഡ് റിമോട്ട് ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. വനം മന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ ആദ്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ചു. ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് K രാജൻ പ്രതികരിച്ചു. എത്രയോ കാലമായി ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വലിയ ഫംഗ്ഷനൊന്നും നടത്തണ്ട എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. പ്രാഥമികമായി ഇതൊന്ന് തുറന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒക്ടോബർ 28-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 3.5 മാസക്കാലത്തെ ക്യൂറിംഗ് പീരീഡ് ആവശ്യമുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 3.5 മാസക്കാലം കഴിഞ്ഞപ്പോൾ കൃത്യമായി തുറന്നു കൊടുക്കാൻ തയ്യാറായി. കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് അഭിമാനകരമായി ഇത് തുറക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പ്രവേശനമുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമാണ് മുടക്കെടുക്കുന്നത്. 2 തരത്തിലും യാത്ര ചെയ്യാം. വാഹനങ്ങളിലും പോകാം, അതുപോലെ തന്നെ നടന്നും പോകാം. കുറച്ചു ദൂരം നടക്കലും കുറച്ചു ദൂരം വാഹനവുമായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഫുഡ് കിയോസ്കും 4 അനുബന്ധമായിട്ടുള്ള ഫുഡ് സെൻ്ററുകളും ഇതിനകത്തുണ്ട്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ എപ്പോഴും ഓടും. ആളുകൾക്ക് അതിൽ കയറിയും ഇറങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാം. സുവോളജിക്കൽ പാർക്ക് എന്ന 10-30 വർഷക്കാലത്തെ നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്കുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിക്കൊണ്ട് ഇന്ന് ഔദ്യോഗികമായ സന്ദർശനം അനുവദിക്കപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിൻ്റെ കൂട്ടായ്മയാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ചാലകശക്തി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിനെ ക്രോഡീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കൊല്ലൂരിലെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ റവന്യൂ മന്ത്രി കൂടിയാണ്. ഏറെ വിമർശിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇത് യാഥാർത്ഥ്യമാക്കിയ ഒരു മെഗാ പദ്ധതിയാണിത്. സുവോളജിക്കൽ പാർക്കിലേക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് 30 രൂപ നൽകിയാൽ മതി. സീനിയർ സിറ്റിസൺസിന് 50 രൂപയാണ് നിരക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സന്ദർശകരുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിടണം. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള മിനി ബസിന് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും പാർക്കിംഗ് ഫീസായി നൽകണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇലക്ട്രിക് ബസ്സിലാണ് പിന്നെയുള്ള യാത്ര. 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിംഗിൽ ചുറ്റിക്കൊണ്ടിരിക്കും. 24ഓളം ആവാസയിടങ്ങളിലായി 330ഓളം പക്ഷിമൃഗാദികളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. 336 ഏക്കർ വനഭൂമിയിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്.
വിദേശത്തു നിന്ന് ജിറാഫ്, സീബ്ര എന്നിവ ഉൾപ്പെടെയുള്ളവയെ എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തൂർ പാലം വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി. പുത്തൂർ പാലം മുതൽ സുവോളജിക്കൽ പാർക്ക് വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരെ കുന്നംകുളത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം. സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് തിയേറ്ററിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ് കരിക്കാട് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KK സൈഫുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്, KU സരിത, NS ജിഷ്ണു എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിനെതിരെ നാട്ടികയിൽ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. നാട്ടിക JK തിയേറ്ററിന് മുൻപിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി അമൽ T പ്രേമൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി AN നിസാർ, എക്സിക്യൂട്ടീവ് അംഗം ജിജോ, SFI ഏരിയ സെക്രട്ടറി പ്രകാശ്, ഏരിയ പ്രസിഡന്റ് MS ഹിജാസ് എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റോറി 2 പ്രദർശിപ്പിച്ച ഉല്ലൂർ ഫണ്ട് സിനിമാസിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. പ്രവർത്തകർ സിനിമയുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയമഠം അധ്യക്ഷനായി. TS വിഷ്ണു, മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. OP ശസ്ത്രക്രിയ ബഹിഷ്കരണം നടത്തുന്ന മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ കൂട്ടത്തോടെ രാജിവെക്കുന്നു. അധ്യാപനത്തിനും രോഗി പരിചരണത്തിനും പുറമെ നിർവഹിക്കുന്ന ഭരണപരമായ ചുമതലകളാണ് ഒഴിയുന്നത്. വിവിധ പദ്ധതികളുടെ നോഡൽ ഓഫീസർമാർ, ഹോസ്റ്റൽ വാർഡന്മാർ, അക്കാദമിക് കോർഡിനേറ്റർമാർ തുടങ്ങിയവരാണ് ചുമതല ഒഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് തിങ്കളാഴ്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളുടെ ഭരണപരമായ കാര്യങ്ങൾ സ്തംഭിക്കും. സമരം മെഡിക്കൽ കോളേജുകളിലെ OP, IP സേവനങ്ങളെയും ശസ്ത്രക്രിയകളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. OP ബഹിഷ്കരണവും അക്കാദമിക് ബഹിഷ്കരണവും 11ാം ദിവസവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളുടെ ബഹിഷ്കരണം 8ാം ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. മണ്ണുത്തിയിൽ നിന്ന് കാണാതായ കുട്ടിയെ 8 മാസത്തിനു ശേഷം കണ്ടെത്തി തൃശൂർ സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. മുളയം ബാലസദനത്തിൽ നിന്നും കാണാതായ 16-കാരനെയാണ് 8 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ P ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 2025 ജൂൺ 6-ാം തീയതിയാണ് കുട്ടിയെ കാണാതായത്. പരാതിയെ തുടർന്ന് ആദ്യം മണ്ണുത്തി പോലീസ് അന്വേഷിച്ച കേസ് ഫെബ്രുവരി മുതലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയത്. മുൻപ് താമസിച്ചിരുന്ന ബാലസദനങ്ങളിൽ നിന്നും കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ലാമലയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. രാജസ്ഥാനിലേക്ക് പോകാൻ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് കുട്ടിയെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കി രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. സബ് ഇൻസ്പെക്ടർമാരായ ജോബ് സുധീപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജെസി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആദർശ്, സച്ചിൻ ദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
152 ഗ്രാം തൂക്കമുള്ള ഹാഷിഷ് ഓയിലുമായി തൊടുപുഴ സ്വദേശി അൻവർ റഷീദിനെ നെടുപുഴ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പട്രോളിംഗ് നടത്തുകയായിരുന്ന സബ് ഇൻസ്പെക്ടർ എ കിരണും സംഘവും സംശയാസ്പദമായ രീതിയിൽ അൻവർ റഷീദിനെ പള്ളിയുടെ പരിസരത്ത് കാണുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളിൽ നിന്നും ഹാഷിഷ് ഓയിൽ കണ്ടെത്തി. ഹാഷിഷ് ഓയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പ്രതിക്ക് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സമാന രീതിയിലുള്ള കേസ് ഉണ്ടെന്നും വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 20 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കല്ലൂർ പാലത്തുപറമ്പ് സ്വദേശി നങ്ങിണി വീട്ടിൽ ജോണിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1/2 ലിറ്റർ വീതമുള്ള 40 കുപ്പി മദ്യം പിടികൂടി. ഡ്രൈഡേയിലും അവധി ദിവസങ്ങളിലും അമിത വിലയ്ക്ക് മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരപരിധിയിൽ പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ അനധികൃതമായി സർവീസ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി. കുന്നംകുളം മേഖലയിലെ ആംബുലൻസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായാണ് നിവേദനം സമർപ്പിച്ചത്. പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ കുന്നംകുളം മേഖലയിൽ സർവീസ് നടത്തുന്നത് തർക്കങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ അതാത് പ്രദേശങ്ങളിലെ ആംബുലൻസുകൾക്ക് മുൻഗണന നൽകാറുണ്ട്. സമാനമായ രീതിയിൽ കുന്നംകുളത്തും പ്രാദേശിക സർവീസുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കുന്നംകുളം RC ഉടമസ്ഥതയിലുള്ള ആംബുലൻസുകൾക്ക് നഗരത്തിൽ മുൻഗണനയും പാർക്കിംഗ് സൗകര്യവും ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14ഓളം ആംബുലൻസ് ജീവനക്കാർ ഒപ്പിട്ട നിവേദനം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന് കൈമാറി. KA അസീസ്, ജിബിറ്റ് മണ്ഡലത്തിങ്കൽ, അബ്ദുൾ റസാഖ്, റജി, ക്ലിന്റൺ, രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് കാണിക്ക പണം കവർന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്ത് കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുൻപിൽ വെച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കുവാനും ശ്രമം നടന്നിരുന്നു. 2 പേർ മുഖമറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനിടയിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സംവിധായകൻ ദീപക് ഡിയോൺ നിർവഹിച്ചു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ സുഷിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട്, VR പ്രഭ, TP സോമൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചിത്രമായി ദീപക് ഡിയോണിന്റെ പ്രൈവറ്റ് എന്ന സിനിമ പ്രദർശിപ്പിച്ചു. കേരള പഴനി എന്നറിയപ്പെടുന്ന പുത്തൂർ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൂയ മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്ര സേവാ സംഘം ഭരണസമിതി അംഗം പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, ജനറൽ സെക്രട്ടറി ഷാജി മുരിയാടൻ, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര, പ്രഹ്ലാദൻ കുരുലി, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി.
മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച് KS പ്രതാപൻ സംവിധാനം ചെയ്ത തനതുലാവണം എന്ന നാടകം ഞായറാഴ്ച വൈകിട്ട് സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ അരങ്ങേറും. എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിലാണ് നാടകമൊരുക്കുന്നത്. സുധി വട്ടപ്പിന്നി, സുനിൽ സുഗത, രാംകുമാർ, KB ഹരി, സഞ്ജു മാധവ്, രാജൻ പുത്തറയ്ക്കൽ, സുരേഷ് മുട്ടത്തി തുടങ്ങി 20ഓളം കലാകാരന്മാരാണ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. നാടകത്തിന്റെ ഒരുക്കങ്ങൾ കിരാലൂരിലെ മാടമ്പുമനയിൽ പൂർത്തിയായി. നിയമസഭയിലേക്ക് പ്രാതിനിധ്യ പോരാട്ടം എന്ന അജണ്ടയുമായി അഖില കേരള എഴുത്തച്ഛൻ സമാജം സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ സമാപനമായി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനം സ്വരാജ് റൌണ്ടിലൂടെ തെക്കേ ഗോപുരനടയിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സമാജം രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണിയും നടൻ TG രവിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ, ട്രഷറർ MN ശശികുമാർ, സ്വാഗത സംഘം വൈസ് ചെയർമാൻമാരായ PS ജയഗോപാൽ, TK ഗോപാലകൃഷ്ണൻ, കൺവീനർമാരായ CN സജീവൻ, CK ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. OBC വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമാക്കി ഉയർത്തുക, ക്രീമിലെയർ എടുത്തുകളയുക, ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമാജം സമ്മേളനത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരിയിൽ ഊരകം സ്വദേശി ശ്രീഹരിക്ക് 1ാം സ്ഥാനം. ചേന്തനാത്ത് വീട്ടിൽ രാജേഷിന്റെയും ശരണ്യയുടെയും മകനാണ് ശ്രീഹരി. വരവൂർ സ്വദേശി നിധുല 2ാം സ്ഥാനവും ചെങ്ങാലൂർ സ്വദേശി ആദിദേവ് ശങ്കർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് മാർച്ച് 24-ാം തീയതി ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിക്കും. സംഗീതജ്ഞരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ റഫി ജോസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പുരസ്കാര വിതരണവും മ്യൂസിക് നൈറ്റും സംഘടിപ്പിച്ചു. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ നടൻ ജയരാജ് വാര്യർക്ക് റഫി ജോസ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. മുതിർന്ന സംഗീത സംവിധായകൻ സണ്ണി രാജ് മാസ്റ്റർ, സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ഷോമി ഡേവിസ് എന്നിവരെ ആദരിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മുഖ്യാതിഥിയായി. ഗാനരചയിതാവ് രാപ്പാൾ സുകുമാരമേനോൻ, PK ജോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് അജിത് P കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംഗീത സംവിധായകൻ പോളി നേതൃത്വം നൽകിയ സംഗീത വിരുന്നും അരങ്ങേറി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,100 രൂപ, പവന് 1,20,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. തിങ്കളാഴ്ച പ്രവേശനമില്ല. കേരള സ്റ്റോറി 2 സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലയിലും പ്രതിഷേധം. കുന്നംകുളത്തും നാട്ടികയിലും പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ രാജിവെക്കുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.